ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു. വളരെ വിവാദമായിക്കൊണ്ടിരിക്കുന്നു ആ റിപ്പോർട്ടിലെ ചില കാര്യങ്ങൾ. അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള പല പ്രതികരണങ്ങളും നമ്മൾ കേട്ടു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് വ്യക്തിപരമായ അഭിപ്രായമുള്ള വ്യക്തിയായിരുന്നു ഞാൻ. കാരണം ഹേമ കമ്മീഷൻ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല, അത് ഗവൺമെന്റ് നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ്. അതിൽ ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ഹേമ അതിൻ്റെ ചെയർമാനും, ശാരദയും നടി ഒരു മെമ്പറും, KB വത്സലകുമാരി എന്ന IAS ഉദ്യോഗസ്ഥ റിട്ടയർ ചെയ്ത അവരും ഒരു മെമ്പറാണ്. ഗവൺമെന്റ് നിയോഗിച്ച ഈ കമ്മിറ്റി കുറെ തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം ബൃഹത്തായ ഒരു റിപ്പോർട്ട് ഗവൺമെന്റ് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് 5 വർഷം ഗവൺമെന്റ് പൂഴ്ത്തിവെച്ചു എന്നാണ് പരക്കെയുള്ള ആക്ഷേപം. അതിനുശേഷം വിവരാവകാശ കമ്മീഷണർ ഇത് പുറത്തുവിടണം, സെൻസർ ചെയ്ത ഭാഗങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള റിപ്പോർട്ടും മറ്റു കാര്യങ്ങളും പുറത്തുവിടണം എന്ന് വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു. അതിനെതിരായിട്ട് ഹൈക്കോടതിയിലെ ഒരു നിർമ്മാതാവ് അത് പുറത്തുവിടാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ ഒരു പരാതി കൊടുത്തു. സാങ്കേതികമായ ചില കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്തില്ല. അങ്ങനെ ചില കാര്യങ്ങളുടെ നിർദ്ദേശത്തോടു കൂടി രഞ്ജിനി എന്ന നടിയും രംഗത്ത് വന്നു. എന്തായാലും ഹൈക്കോടതി ആ സെൻസർ ചെയ്ത ഭാഗങ്ങൾ, അതിനകത്ത് ആൾക്കാരുടെ അഡ്രസ്സ്, മറ്റു കാര്യങ്ങൾ അതെല്ലാം ഒഴിവാക്കി ആ റിപ്പോർട്ട് പുറത്തുവിട്ടു. ആ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇതിന് ചില പുകിലുകൾ ഉണ്ടാകും എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. പുകിലുകൾ ഇപ്പൊ ഒന്നിന് പുറകെ ഒന്ന് വന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്തൊരു 15 പേര് പവർ കമ്മിറ്റി ഉണ്ട്, അല്ലെ പവർ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പാണ് മലയാളത്തിലെ സിനിമാ രംഗം നിയന്ത്രിക്കുന്നത്. അവർക്കെതിരായിട്ട് ആർക്ക് ശബ്ദിക്കാൻ കഴിയില്ല, ആർക്കും നീങ്ങാൻ കഴിയില്ല. അങ്ങനെ ശബ്ദിച്ചാൽ അവർ മലയാള സിനിമയിൽ നിന്ന് ഔട്ടാവും. സ്ത്രീ ആയാലും പുരുഷനായാലും ശരി, അവർ പിന്നെ സിനിമയിൽ ഉണ്ടാവില്ല. ഇതാണ് അതിൻ്റെ അകത്തുള്ള ഒരു ഫൈൻഡിങ്. ധാരാളം ആൾക്കാരെ, സ്ത്രീകളെയും അവമാനിക്കുകയും അവരെ അവഹേളിക്കുകയും ലൈംഗികമായ ചൂഷണത്തിന് ശ്രമിക്കുകയും അവരെ രാത്രി ഉറങ്ങാൻ കിടക്കുന്ന വാതിൽ പോയി ചവിട്ടി അത് തുറക്കാൻ ശ്രമിക്കുകയും, ഇങ്ങനെയുള്ള നിരന്തരമായ ആക്ഷേപങ്ങൾ, നിരന്തര ഉപദ്രവങ്ങൾ മലയാള സിനിമയിലെ സിനിമാ നടികൾ സഹിച്ചു. അവര് എതിരായിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അവർക്കെതിരായിട്ടുള്ള മോശമായ ചില കമന്റുകൾ വന്നുകൊണ്ടിരിക്കും. ഇവരെ ഭീഷണിപ്പെടുത്തും. അങ്ങനെ നിരന്തരം മലയാള സിനിമയിലെ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് നടികൾക്ക്, അവർക്ക് സുഗമമായിട്ട് ജോലി ചെയ്യാൻ കഴിയുന്നില്ല, സാധിക്കുന്നില്ല എന്ന് അവർ പലരും മൊഴി കൊടുത്തു. ഏതായാലും ഭൂരിപക്ഷം സ്ത്രീകളാണ് മൊഴി കൊടുത്തിരിക്കുന്നത്. അതൊരു ഏകപക്ഷീയമായ കമ്മീഷനായി പോയി എന്ന ആക്ഷേപം വന്നു കഴിഞ്ഞു. അതിന് ഫിലിം ചേംബറിലെ സജിൻ നമ്പ്യാട്ടും അതേ അഭിപ്രായം തന്നെ പറഞ്ഞു കഴിഞ്ഞു. കുറേയൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. മലയാള സിനിമയെ പറ്റി എന്തെങ്കിലും ഒരു അന്വേഷണം നടക്കുകയാണെങ്കിൽ അതിനകത്ത് നടന്മാരെ എല്ലാവരെയും വിളിക്കണം, നോട്ടീസ് കൊടുത്ത് വരുത്തണം, പ്രൊഡ്യൂസർമാരെ വരുത്തണം, സാങ്കേതിക വിദഗ്ധരെ വരുത്തണം, ടെക്നിക്കലായിട്ടുള്ള സൈഡിൽ നിൽക്കുന്നവരെ വരുത്തണം, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളെ വരുത്തണം എന്ന് വേണ്ട. മലയാള സിനിമയിൽ ഏതൊക്കെ രംഗത്താണ് ആൾക്കാർ പ്രവർത്തിക്കുന്നത്, അവരുടെ എല്ലാ റെപ്രസെൻറ്റേറ്റീവോ അല്ല അവരൊരാളെങ്കിലും ഈ എൻക്വയറിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമായിരുന്നു. അതുകൊണ്ടാണ് ഫിലിം ചേംബറിൻ്റെ പ്രസിഡന്റ് സജിൻ നമ്പ്യാട്ട് പറയുന്നത്, ഏകപക്ഷീയമായി പോയി ഈ ഹേമ കമ്മിറ്റിയുടെ അന്വേഷണം എന്ന് അദ്ദേഹത്തിൻ്റെ നിഗമനം. മറ്റു ചില കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ പവർ ഗെയിം അല്ലെങ്കിൽ പവർഫുൾ ആയ ഒരു ഗ്രൂപ്പാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത്. അവിടെ പുതിയൊരു താരം ഉദയം ചെയ്യാൻ അവർ അനുവദിക്കത്തില്ല. പുതിയൊരു പ്രൊഡ്യൂസർ വന്നു കഴിഞ്ഞാൽ അനുവദിക്കത്തില്ല. അതുപോലെ വിനയന്റെ ചരിത്രം നമുക്കറിയാം.
അദ്ദേഹത്തിന് അതിശക്തമായ എതിർപ്പ് ഇതിനകത്ത് ഉണ്ടായിക്കൊണ്ടിരുന്നു. മഹാനടനായ തിലകനെ പറ്റി ഇപ്പം അദ്ദേഹത്തിന്റെ സുഹൃത്ത് അമ്പലപ്പുഴ രാധാകൃഷ്ണൻ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി. കാരണം തിലകൻ നാടക നടനായിട്ട് വന്ന ആളാണ്, നമുക്കറിയാം. വളരെയധികം നാടകങ്ങൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനൊപ്പം ഒത്തിരി നാടകക്കാര് അഭിനയിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് സിനിമയിലേക്ക് പ്രവേശനം ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ ക്യാരക്ടറൊക്കെ പലതും നമുക്ക് മലയാള സിനിമയിൽ ഇന്ന് ഓർത്തു നിൽക്കുന്നതാണ്. പക്ഷെ തിലകന്റെ സ്വഭാവം അനുസരിച്ച് ഈ പവർ ഗ്രൂപ്പിനെതിരായിട്ട് അല്ലെങ്കിൽ അവർക്കെതിരായിട്ട് ചിലർ ശബ്ദിക്കും, അവരെ വകവെക്കില്ല. പക്ഷേ തിലകൻ ഇനി അമ്മ എന്ന സംഘടന അവസാനം ഈ പവർ ഗ്രൂപ്പിന്റെ പ്രേരണയിൽ പുറത്താക്കി. അദ്ദേഹത്തിന് മകനും വളരെ തിക്ത അനുഭവങ്ങൾ അമ്മയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നാഷണൽ അവാർഡ് ഇന്ത്യയിലെ ബെസ്റ്റ് ആക്ടറായിട്ട് തിലകനെ തിരഞ്ഞെടുക്കാനുള്ള അവസാന റൗണ്ടിലെത്തി. തിലകന് ലഭിക്കുമെന്ന് കണ്ടപ്പോൾ ഈ 15 ഗ്രൂപ്പിലെ ചില മഹാനടന്മാര് തിലകനെതിരായിട്ട് നീങ്ങി തിലകനെ ആ നാഷണൽ ലെവലിലുള്ള അംഗീകാരം ലഭിക്കാതെ പോയി. അത് വളരെ വേദനയോടുകൂടി തൻ്റെ അടുത്ത് പറഞ്ഞുവെന്ന് അദ്ദേഹത്തിൻ്റെ നാടക ഗ്രൂപ്പിലും നാടക നടനായ അമ്പലപ്പുഴ രാധാകൃഷ്ണൻ തുറന്നടിക്കുകയും ചെയ്തു. അന്നേ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി. അത് ഹേമ കമ്മിറ്റിയിലെ ആ കാര്യത്തെ പറ്റി, ആ പവർ ഗ്രൂപ്പിനെ പറ്റി കൃത്യമായ വിവരങ്ങളും വന്നു കഴിഞ്ഞു. മലയാള സിനിമയിലെ മഹാനടന്മാരിൽ പലരും ആ നടിമാരുടെ മുറികളിൽ പോയി വാതിൽക്കൽ മുട്ടാറുണ്ടെന്നും, വാതിൽ തുറന്നില്ലെങ്കിൽ ഭീഷണി ഉണ്ടെന്നും, വാതിൽ തുറക്കാതിരുന്നാൽ ആ വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറുമെന്ന് അവർ ഭയപ്പെട്ടു എന്ന് പറഞ്ഞു. സിനിമയിലെ എല്ലാവർക്കും തുല്യവേതനം എന്ന് ഒരു വാദഗതി വന്നു. പക്ഷെ ശാരദ അതിനോട് എതിർത്തിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും നല്ല നടികളിൽ ഒരാളെ ശാരദ അല്ല, തുല്യവേതനമല്ല, ആളും തരവും അല്ലെങ്കിൽ ഓരോരുത്തരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് അല്ലെങ്കിൽ സിനിമാ വീട്ടിൽ അവരുടെ പൊസിഷൻ അനുസരിച്ച് അവർക്ക് അവരുടെ വേതനം കൊടുക്കണം എന്നുള്ള രീതിയിൽ പ്രതികരണം കണ്ടു. എന്തായാലും ഈ പ്രസിദ്ധീകരിക്കരുത് എന്ന് ഞാൻ പറയാനല്ല ചില കാരണങ്ങൾ. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അവരുടെ നടപടിയായിട്ട് മുന്നോട്ട് പോയി. അതൊരു ജുഡീഷ്യൽ കമ്മിറ്റി അല്ല. പക്ഷെ ജുഡീഷ്യസിന്റെ അപ്പെക്സ് ബോർഡിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ ഇരുന്ന ഒരു ജഡ്ജാണ് ഈ അന്വേഷണം നടത്തിയത്. ആ ജഡ്ജിന്റെ മുമ്പിൽ, അത്ര ഉന്നത പോസ്റ്റിലിരുന്ന ഹൈക്കോടതിയിലിരുന്ന ജഡ്ജിന്റെ മുമ്പിൽ ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ പുതിയ നിയമം അനുസരിച്ചുള്ള കുറ്റകൃത്യങ്ങൾ വെളിവായാൽ അവരെന്ത് ചെയ്യണം, അധികാര സ്ഥലത്തിരുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു വിവരം കിട്ടിയാൽ എന്ത് ചെയ്യണം, സാധാരണക്കാരൻ ഒരു മനുഷ്യന് കിട്ടിയാൽ അയാൾ എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ എൻക്വയറിയിൽ ചില വെളിപ്പെടുത്തലുണ്ടായി. ഒരു മൈനറിനെ പീഡിപ്പിച്ചു എന്ന്, അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡിലെ 354A സെക്ഷൽ അസോൾട്ട്, നടിമാരെ ഫിസിക്കൽ കോണ്ടാക്റ്റിന് ശ്രമിച്ചത്, അൺവെൽക്കം റിമാർക്ക്, സെക്ഷൽ ഓവർചേഴ്സ്, സെക്ഷലായിട്ട് ചില ചേഷ്ടകൾ, സെക്ഷൽ ഡിമാൻഡ്, അവരെ സെക്ഷലി കളേർഡ് റിമാർക്ക്, ഇങ്ങനെ സെക്സുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ റിവീൽ ചെയ്തു. അങ്ങനെ ഒരു ജുഡീഷ്യസ് ആയിരുന്ന ഒരു ജസ്റ്റിസ് ആയിരുന്ന വ്യക്തിയുടെ മുമ്പിൽ അപ്രകാരം പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഏത് ലെവലിൽ ഇരുന്നാലും ശരി, ഏത് കമ്മിറ്റി ആയാലും ശരി, പോലീസിൽ അറിയിച്ച് നടപടി എടുക്കാനാണ് വ്യവസ്ഥ. ഇന്ത്യൻ നിയമം അങ്ങനെയാണ് പോകുന്നത്. അതിവിടെ ഉണ്ടായില്ല. അതിപ്പം ചില കാര്യങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. സെൻസർ ചെയ്ത് ആരാണ് വിക്ടിം എന്നും ആരാണ് അതിൻ്റെ പ്രതിയെന്നും അവരെ ഐഡന്റിറ്റി മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ച് ഇപ്പം കമ്മിറ്റി പുറത്തു വിട്ടിട്ടുണ്ടെങ്കിലും അതിനകത്ത് മലയാള സിനിമയിലെ പുഴുക്കുത്തുകൾ ആരൊക്കെയാണ് എന്ന് വ്യക്തമായി. അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ആ പുറത്തു വന്ന വിവരങ്ങൾ അതിന് വിക്ടീമുണ്ട്. അങ്ങനെ ഒരു വിക്ടീം അങ്ങനെ റിവീൽ ചെയ്യുമ്പം ആ വിവരം പോലീസിനെ അറിയിക്കാൻ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അതിലെ മെമ്പർമാർക്കും ബാധ്യതയുണ്ട്. അങ്ങനെയുള്ള വിവരം അടങ്ങിയ റിപ്പോർട്ട് സർക്കാരിൽ ചെന്നാൽ സർക്കാർ എന്ത് ചെയ്യണം?
സർക്കാർ ഇമ്മീഡിയറ്റ് നടപടി എടുക്കണം, അത് പോലീസ് റിപ്പോർട്ട് ചെയ്യണം. അതും ഇവിടെ ഉണ്ടായില്ല. നിയമപരമായ പല കോംപ്ലിക്കേഷൻസും ഈ കമ്മിറ്റിയുടെ വെളിപ്പെടുത്തലോടുകൂടി സെൻസർ ചെയ്താണെങ്കിൽ ശരി ഇനി ഭാവിയിൽ ഉണ്ടാകും. അത് കെട്ടടങ്ങൂല. മലയാള സിനിമയല്ല, ഇന്ത്യൻ സിനിമ മൊത്തം നോക്കിയാലും ലോക സിനിമ മൊത്തം നോക്കിയാലും ചില ആൾക്കാരുടെ പവർഫുൾ ആയിട്ടുള്ള ഇടപെടൽ ഉണ്ടാവും. ഇതുപോലുള്ള സംഭവങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും. ഇതിനൊരു പരിഹാരം ഉണ്ടാകില്ല. പക്ഷേ മലയാളത്തിലെ നമ്മൾ ഒരു കമ്മിറ്റിയെ വെച്ച് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന് ഒരു അന്വേഷണം നടത്തി, നല്ല കാര്യം. പക്ഷെ അതിനകത്ത് പീനൽ കോഡിനകത്ത് അല്ലെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അല്ലെ സെക്ഷലി ഹറാസ്മെന്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള വെളിപ്പെടുത്തലുണ്ടായ പോലീസ് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറന്നുപോയി. അതിനിപ്പം നൂറ് പ്രശ്നങ്ങൾ, സാങ്കേതിക പ്രശ്നങ്ങൾ, നിയമപ്രശ്നങ്ങൾ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരും. പലരും ശബ്ദിച്ചു തുടങ്ങി. മലയാളത്തിലെ ചില നടന്മാരുടെ പ്രവൃത്തികൾ മോശമായിരുന്നു എന്ന് പേരെടുത്ത് പറയാൻ തുടങ്ങിയിരിക്കുന്നു. അതിനകത്ത് മുകേഷിന്റെ പേരുണ്ട്, അതിനകത്ത് ഗണേശന്റെ പേരുണ്ട്, അലൻ സീറിന്റെ പേര് പറയുന്നു, അത് വിജയബാബുവിന്റെ പേര് പറയുന്നു. അങ്ങനെ മലയാളത്തിലെ ചില ആൾക്കാരുടെ പേരുകളൊക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി. പക്ഷെ ഇത് അവർ പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ കമ്മിറ്റിയിലെ ഇങ്ങനെയുള്ള ചില പരാമർശങ്ങളുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നടന്മാര് കേസ് കൊടുക്കാൻ പോയാൽ സെൻസർ ചെയ്യാത്ത ഭാഗങ്ങളും ഹൈക്കോടതി മുമ്പിൽ ഹാജരാക്കേണ്ടി വരും. അപ്പോൾ നടപടി വളരെ കർശനമായിട്ട് മുന്നോട്ട് വരേണ്ടി വരും. ഇങ്ങനെ വളരെയധികം പ്രതിസന്ധികൾ ഈ കേസിനകത്തുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ ഇനി മുന്നോട്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറയുന്നത്, ഇത് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ അല്ല. ജുഡീഷ്യൽ കമ്മീഷനാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ അതിനെ സംബന്ധിച്ച് കേസെടുക്കാൻ നിർദ്ദേശിച്ചാൽ പോലീസിന് കേസെടുക്കണം. ഇതൊരു കമ്മിറ്റിയാണ്. ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ അതിനകത്ത് ഹൈക്കോടതി ജഡ്ജിയായിരുന്നൊരു വ്യക്തി ഉണ്ടെന്ന് വിചാരിച്ചോണം, IAS ഉന്നത പോസ്റ്റിലിരുന്ന KB വത്സലകുമാരി ഉണ്ടെന്ന് വിചാരിച്ചോണം, സിനിമാ നടിമാരിലെ ഏറ്റവും മുൻപന്തിയിൽ നിന്നിരുന്ന ഒരു ശാരദ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ചോണം, ഇവർക്കൊരു സെക്രട്ടറി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള വിവരങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു ക്രിമിനൽ ഒഫൻസ് ഉണ്ടെങ്കിൽ അത് പോലീസ് റിപ്പോർട്ട് ചെയ്യാൻ ഹേമ കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് മുഴുവൻ ആൾക്കാർക്കും നിയമപരമായി ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും ഈ പവർ ഗ്രൂപ്പ് നിൽക്കാൻ പോകുന്നില്ല. ഈ പവർ ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾക്കെതിരായിട്ടാണ്, ദിലീപിനെതിരായിട്ടാണ് ആ രീതിയിലുള്ളൊരു കേസുകൾ ഹൈക്കോടതിയിലെ നിർദ്ദേശങ്ങളും കാത്തുകിടക്കുന്നുണ്ട്. അതിൻ്റെ ട്രയൽ തുടങ്ങിയിട്ടുണ്ട്. വർഷങ്ങളായി അതിൻ്റെ ട്രയൽ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് വരാൻ എല്ലാവരും കാത്തിരിക്കുന്നു. മലയാള സിനിമാ രംഗത്ത് ഈ അതിശക്തരായ ചില വ്യക്തികളാണ് കൺട്രോൾ ചെയ്യുന്നതെന്നും അവരെ വഴങ്ങാത്ത സ്ത്രീകളെ, നടികളെ അവരെ അവഹേളിക്കുമെന്നും അവരെ ഇല്ലാതാക്കുമെന്നും അവർക്കെതിരായി അതിശക്തമായ നടപടി സെക്ഷൽ ആക്ഷൻ മുഖേന നടത്തും, അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ നടത്തിയ ഒരു സംഭവം തന്നെയാണ് നമ്മളിപ്പം അതിജീവിത സിനിമാ നടി ആ പരാതി കൊടുത്തതിന് വന്നത്. അവർ ചങ്കൂറ്റത്തോടു കൂടി രംഗത്ത് വന്നുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം മലയാളത്തിൽ ഉണ്ടെന്ന് മലയാളികൾക്ക് മനസ്സിലായത്. അതേ രീതിയിലുള്ള സംഭവങ്ങൾ ചില ഭാഗങ്ങൾ ഈ ഹേമ കമ്മിറ്റിയിലും വന്നു കഴിഞ്ഞിരിക്കുന്നു. അതൊരു പവർ ഗ്രൂപ്പിന്റെ കയ്യിലാണ് മലയാള സിനിമ. അതുകൊണ്ട് ഈ അമ്മ എന്ന സംഘടനയിൽപ്പെട്ടവരാണ് ഭൂരിപക്ഷം ഈ പവർ നിയന്ത്രിക്കുന്നത്. അമ്മ എന്ന സംഘടനയുടെ ശക്തി കുറയ്ക്കേണ്ടിയിരിക്കുന്നു. അവരാകെ ചെയ്തിരിക്കുന്ന നല്ല പ്രവൃത്തി മലയാള സിനിമയിലെ ഇപ്പം നിന്ന് പുറത്തായി അവശരായി രോഗിയായി കഴിയുന്ന മലയാള സിനിമാ രംഗത്തെ ചില നടന്മാർക്കും നടികൾക്കും ടെക്നീഷ്യന്മാർക്കും അങ്ങനെയുള്ളവർക്ക് അവര് പെൻഷൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവർ കഴിഞ്ഞുകൂടി പോകുന്നു. വളരെ അവശരായ നടീനടന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്കൊക്കെ പണം കൊടുക്കുന്നുണ്ട് ഈ അമ്മ എന്ന സംഘടന. ആ പണം കൊടുക്കുന്ന എത്ര കോടി രൂപ ആയാലും ശരി, അത് നമുക്കറിയാം. ഓരോ തിയേറ്ററിൽ സിനിമ അതിൻ്റെ ടിക്കറ്റ് വാങ്ങുമ്പം അതിനകത്ത് സർക്കാരിനും അവിടുത്തെ കോർപ്പറേഷനോ അല്ലെങ്കിൽ പഞ്ചായത്തിനോ അതിൻ്റെ ഒരു ചെറിയ ടാക്സ് പിടിച്ചാണ് കൊടുക്കുന്നത്. അങ്ങനെ പിടിക്കുന്നതിലൊരു എമൗണ്ട് ഈ അവശരായ കലാകാരന്മാർക്ക് പണം കൊടുക്കുന്നത് സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അമ്മയെ ഇതുപോലെയുള്ള ശക്തികളാണ് അമ്മയെ നിയന്ത്രിക്കുന്നതെങ്കിൽ അവരുടെ ശക്തി കുറയ്ക്കണം.
അവര് അവശരായ കലാകാരന്മാർക്ക് സർക്കാർ ഈ രീതിയിൽ പണം പിടിച്ചിട്ട് അവർക്ക് പണം കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇതുപോലെയുള്ള ഒരു മാഫിയ സംഘങ്ങൾ ഏതെങ്കിലും സിനിമാ സംഘടന നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ ആ കാര്യത്തിൽ ഇടപെടേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇതിന്റെ പുകില് കൂടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.